ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മീനാക്ഷിയും ഇത്രയും കൂടെ കണ്ടുകൊണ്ട് വരുവാണല്ലോ ആനന്ദ് ദേവിയെ അടിക്കുന്നത്. പക്ഷേ ദേവിയും ആനന്ദും അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. ആനന്ദാണെങ്കിൽ പതുക്കെ അവിടെ നിന്ന് തടിതപ്പി പോയിട്ടുണ്ട്. പക്ഷേ ഇവർ നേരെ ദേവിയോട് വന്ന് ചോദിക്കുന്നുണ്ട്, ദേവി എടുത്ത് എന്താ പ്രശ്നം? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഞങ്ങളോട് തുറന്ന് പറഞ്ഞുകൂടെ? ഒരു പ്രശ്നമില്ല. പിന്നെന്തിനാ ദേവിയെടുത്തിൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞിരിക്കുന്നത്? കരയുമായിരുന്നോ? അയ്യോ, എൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുമായിരുന്നോ? അത് ശരി, ഞാനത് ശ്രദ്ധിച്ചില്ല കേട്ടോ. കൂടുതൽ അടവൊന്നും എടുക്കല്ലേ, എന്തോ പ്രശ്നമുണ്ട്, ഞങ്ങളോട് തുറന്ന് പറഞ്ഞേ. എടി അതൊന്നുമല്ല, ആനന്ദേട്ടൻ ചെറിയൊരു കഥ പറഞ്ഞു, അത് കേട്ടിട്ട് എനിക്ക് സങ്കടം വന്നതാ. ഓ, ഇത്രയ്ക്ക് സങ്കടം വരാൻ വേണ്ടി എന്ത് കഥയാണ് ആനന്ദേട്ടൻ പറഞ്ഞത്? ഞങ്ങളോട് ഒന്ന് പറഞ്ഞേ. വേറൊന്നുമല്ല, അത് ഒരു ഉണ്ണിയും അമ്മയും ഭൂതത്താനും തമ്മിലുള്ളൊരു കഥയുണ്ടല്ലോ. അതാണ്, ഭൂതത്തിനാണോ ആ കുഞ്ഞിനോട് ഏറ്റവും സ്നേഹം, അത് അമ്മയ്ക്കാണോ കുഞ്ഞിന് ഏറ്റവും കൂടുതൽ സ്നേഹമെന്ന് പരീക്ഷിക്കുന്ന ഒരു കഥയുണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കേട്ടപ്പോൾ എനിക്ക് സങ്കടമായി. ഓ അത് ശരി. പിന്നെ കുഞ്ഞിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആണ് സംസാരിച്ചത്, അതുകൊണ്ടാണ് സങ്കടം വന്നതെന്ന് അവർക്ക് മനസ്സിലായി കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഉദയഭാനുവിനെ കാണിക്കുകയാണ്. ഉദയഭാനു ഭയങ്കര വിഷമത്തിൽ ഒരു ചായക്കട കയറി സ്ഥിരമായിട്ട് കഴിക്കുന്നിടത്താണ്. അവിടെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ അവിടുത്തെ ആ കടയിലെ ഉടമ ചോദിക്കുന്നുണ്ട്, എന്താ ഉദയേട്ടാ നിങ്ങളെ മനസ്സ് വല്ലാതെ ഇരിക്കുന്നത്? ഒരു വിഷമം പോലെ, എന്താ പ്രശ്നം? ഒന്നുമില്ലടാ. അല്ല, ഇവിടെ വന്ന് കാപ്പി കുടിച്ച് വീട്ടിൽ ചേച്ചിക്ക് പാഴ്സലെല്ലാം എടുക്കണോ? വേണ്ട, അവൾ വീട്ടിലില്ല, അവളുടെ വീട് വരെ പോയേക്കുവാ. ആഹാ, എന്നാലും നിങ്ങൾ അത്രയ്ക്ക് ഓക്കെ എല്ലാം തോന്നുന്നല്ലോ, എന്തോ വിഷമമുണ്ട്. സത്യം പറ, നിങ്ങളുടെ ഫ്രോഡത്തരമൊന്നും ഇന്ന് ആരോടും നടന്നില്ലല്ലേ, ആരെയും പറ്റിക്കാൻ പറ്റില്ലല്ലേ, അതുകൊണ്ടാണ്. എടാ നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എവിടെ എനിക്ക് സമാധാനം തരാത്ത ഒരെണ്ണം. ഞാനൊന്നും പറയുന്നില്ലേ, ഞാൻ പോകുന്നു എന്നും പറഞ്ഞ് അവിടുന്ന് ഉദയഭാനു ഇറങ്ങി പോവാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, അതെ പോകാൻ വരട്ടെ, ഇവിടെ ഒരു 70 രൂപ പറ്റുണ്ടായിരുന്നു, അത് തന്നിട്ട് പോയാൽ മതി. നിൻ്റെ 70 രൂപ പറ്റു, നീ ഒന്നും മിണ്ടാതിരിക്കടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉദയഭാനു ഇറങ്ങി പോകുന്നത് കേട്ടോ. അന്ന് രാത്രി ആനന്ദ് അകത്ത് കിടക്കാതെ തന്നെ പുറത്ത് പതിവ് പോലെ തന്നെ സിറ്റ് ഔട്ടിൽ വന്ന് കിടക്കുകയാണ് വെളിയിൽ. ഇത് നമ്മുടെ ദേവി കണ്ടിട്ട് വന്ന് ചോദ്യം ചെയ്യുന്നുണ്ട് കേട്ടോ. ആനന്ദേട്ടാ എന്തിനാ ഇവിടെ വന്ന് കിടക്കണേ? നിങ്ങൾക്ക് അകത്ത് വന്ന് കിടന്നൂടെ? എനിക്കിഷ്ടമുള്ളിടത്ത് കിടക്കും, നീ ആരാടി ചോദിക്കാനായിട്ട്? എനിക്ക് ചോദിക്കണ്ടേ ആനന്ദേട്ടനോട്? ആനന്ദേട്ടൻ ഇവിടെ കിടന്നാൽ എനിക്കെങ്ങനെ അകത്ത് കിടന്ന് ഉറക്കം വരിക? നമ്മുടെ തമ്മിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷേ അകത്ത് വന്ന് കിടക്ക്. ഇല്ല, ഞാൻ വരില്ല, നീ പോടി, നിൻ്റെ ജോലി നോക്കി. നീ ആരാടി എന്നെ ഉപദേശിക്കാനായിട്ട്? ഫ്രോഡ് കേസുകൾ വന്നേക്കുന്നു, തന്തയും കണക്കാ മോളും കണക്കാ. തന്തേത് അതേ ഫ്രോഡും കൊണ്ടല്ലടി ഇത് നടക്കുന്നത്. ഫ്രോഡ് എൻ്റെ കുഞ്ഞിനെയും കൂടെ മനഃപൂർവ്വം ഇല്ലാതാക്കിയിട്ട് അവിടെ നടക്കുന്നു. ആനന്ദേട്ടാ അതൊക്കെ കഴിഞ്ഞില്ലേ, നിങ്ങളതൊക്കെ മറക്കാനോ? ഒരിക്കലും മറക്കാൻ പറ്റില്ല എനിക്ക്. നീ ഇപ്പം ഇവിടെ കിടന്ന് എന്തിനാ എന്നെ വിളിക്കാൻ വന്നതെന്ന് എനിക്ക് മനസ്സിലായി. നിൻ്റെ സ്വഭാവം, നിൻ്റെ ഇപ്പോഴത്തെ കാണിക്കുന്ന നീ കള്ളത്തരില്ലേ, ഇതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാട്ടാ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നീ എന്നെ വന്ന് വിളിക്കുകയും സംസാരിക്കുകയും ഉറച്ച് പറയുകയൊക്കെ ചെയ്യുമ്പോൾ അച്ഛനും അമ്മയും എല്ലാവരും കേൾക്കും, അവരിങ്ങോട്ട് വരും. എനിക്കാണെങ്കിൽ അവരോട് സത്യം പറയാൻ പറ്റില്ല, ഞാൻ പറയില്ല എന്നുള്ള കാര്യം നിനക്ക് നന്നായിട്ട് അറിയാം. അത് മുതലെടുത്തിട്ട് എന്നെ എങ്ങനെയെങ്കിലും അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോകണം, അതാണ് നിൻ്റെ അടവ് അല്ലേ? അച്ഛനും അമ്മയും സെൻറ്റിമെൻറ്റ്സ് കാണിച്ച് കയ്യിലെടുത്തങ്ങ് വെക്കണം. അതൊന്നും നടക്കില്ലടി. ഈ ആനന്ദിൻ്റെ നിൻ്റെ കള്ളത്തരങ്ങളൊന്നും ഇനി നടക്കാൻ പോണില്ല. ആനന്ദേട്ടാ അങ്ങനെയൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നീ വിചാരിക്കണ്ട, നിന്നെ എനിക്ക് നല്ലപോലെ അറിയാം. ഫ്രോഡിൻ്റെ മോളല്ലേ നീ, ഇതും കാണിക്കും, ഇതിൻ്റെ അപ്പുറവും കാണിക്കും. എനിക്ക് ഇഷ്ടമുള്ളിടത്ത് കിടക്കും. നീ കൂടുതൽ ഇവിടെ നികളിക്കില്ല, 2 ദിവസം കൂടെ കഴിഞ്ഞോട്ടെ, നിൻ്റെ തന്തേരെ വീട്ടിലേക്ക് നിന്നെ ഞാൻ കൊണ്ടിടും എന്നും പറഞ്ഞുകൊണ്ട് ആനന്ദ് എന്തൊക്കെ പറഞ്ഞിട്ട് നിവർത്തിയില്ല എന്ന് നമ്മുടെ ദേവിക്ക് മനസ്സിലായി. ദേവി വളരെ സങ്കടത്തോടു കൂടി തിരിച്ച് മുറിയിലേക്ക് പോയി കിടക്കാണ് കേട്ടോ. കുറച്ച് സമയം കഴിയുമ്പോൾ ബാലൻ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് സിറ്റൗട്ടിൽ കിടക്കുന്ന ആനന്ദിനെ കാണുന്നത്. അത് കാണുമ്പോൾ ബാലനും വല്ലാത്തൊരു വിഷമമൊക്കെ തോന്നുന്നുണ്ട്. ഈ സമയം ആനന്ദിനോട് വല്ലതും ചോദിക്കാനോ പറയാനോ പോയാലാകെ പ്രശ്നമാവെന്ന് വെച്ചിട്ട് നേരെ മുറിക്കകത്ത് ചെന്നിട്ട് ഒരുപാട് ആലോചിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റാന്നിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോൾ ആ നേരത്ത് ഗോമതി ഉണരണുണ്ടോ രാത്രി. എന്താ ബാലേട്ടാ നിങ്ങൾ ഉറങ്ങാതെ ഇങ്ങനെ നടക്കുന്നത്, എന്താ കാര്യം? അത് എനിക്ക് ചില കാര്യങ്ങൾ ഞാൻ ചിന്തിക്കായിരുന്നു ഗോമതി, ചില തീരുമാനങ്ങളൊക്കെ എടുക്കണം. എന്താ കാര്യം? നീ കിടന്നുറങ്ങിക്കോ, കാര്യങ്ങളൊക്കെ ഞാൻ നാളെ തന്നെ പറഞ്ഞോളാം. നാളെയോ? ഇപ്പം തന്നെ പറ. അത് വേണ്ട, നീ ഉറങ്ങിക്കോ, നാളെ പറയാം. ശരി. അങ്ങനെ ഗോമതിയെ പിടിച്ച് ഉറക്കിയിട്ട് ബാലൻ അവിടെ ഉണ്ട് കേട്ടോ. ബാലൻ കുറേ സമയം ഓരോന്ന് ആലോചിച്ചിരിക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞ് ബാലനാണെങ്കിൽ എല്ലാ ആലോചനയും കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ എല്ലാവരുമായിട്ട് ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുകയാണ്. ആ സമയത്ത് അനിമോൾക്കാണെങ്കിൽ ഇവരുടെ കൂടെ ഒരുമിച്ചിരിക്കാൻ വല്ലാതെ ഈ മടി കാരണം പെട്ടെന്ന് നമ്മുടെ മീനാക്ഷിയും ഇത്രയും കൂടെ വന്ന് പറയാണ്, അതെ എൻ്റെ പൊന്ന അനിമോളെ, നീ എന്താ ഇവരുടെ കൂടെ ഇരിക്കാത്ത? നമുക്കെല്ലാം കൂടെ ഒരുമിച്ചിരിക്കാം, നീ കൂടെ ഇരിക്കുക. പക്ഷേ അനിമോൾക്ക് നല്ല മടിയുണ്ട്, കാരണം അച്ഛനും അമ്മയൊന്നും അനിമോളോട് മിണ്ടുന്ന പോലും ഇല്ലല്ലോ. അതുകൊണ്ടാണ് അനിമോൾക്ക് വല്ലാത്തൊരു സങ്കടം. അപ്പോൾ അനിമോൾ പിന്നെ ഇവരുടെ ഒരു നിർബന്ധപ്രകാരം കസേരയിലേക്ക് ഇരിക്കുകയാണ്. എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കൊടുക്കാറുണ്ടോ. മീനാക്ഷി ആണെങ്കിൽ സെറ്റിയിൽ ഇരിക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് ബാലൻ
എല്ലാവരോടും പറയുക, അതെ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരെ ആനന്ദിനെ നോക്കുകയാണ്. ആനന്ദ് ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല, ഇങ്ങനെ വെറുതെ ഇരിക്കുക. എന്താടാ നീ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? നിനക്കെന്താ വിശപ്പൊന്നുമില്ലേ? ആ കഴിക്കാം അച്ഛാന്ന് പറയാം. അച്ഛനെന്താ തീരുമാനം എടുത്തതെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മളെ വീട്ടിൽ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ പ്രശ്നങ്ങളാണല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നടന്നിങ്ങനെ പോയത്. നമ്മളെല്ലാവരും മാനസികമായിട്ട് ഒരുപാട് തകർന്ന് നിൽക്കുന്ന നിമിഷങ്ങളല്ലേ ഇന്ന് വരെയും. അപ്പോൾ അനിമോളുടെ മുഖം വല്ലാതെ ആവണം കേട്ടോ. പേടിയുണ്ട് ഇനി ആ കാര്യങ്ങൾ എടുത്തിട്ട് അനിമോളായിട്ട് ക്രൂശിക്കാനാണോ എന്ന്. അപ്പം വീണ്ടും ബാലൻ പറയാം, ഇതിൽ നിന്നൊക്കെ നമുക്കൊരു മോചനം വേണ്ടേ, മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആവണ്ടേ. അതുകൊണ്ട് ഞാനൊരു കാര്യം അങ്ങ് തീരുമാനിച്ചു. ഗോമതി ചോദിക്കുന്നുണ്ട്, എന്താ ബാലേട്ടാ? അല്ല, നമുക്ക് ഒരു യാത്ര പോയാലോ? യാത്രയോ? ഓ, അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും അങ്ങ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടോ. അതും ബാലനാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ പിന്നെന്താ, പോവാം. എവിടെ പോകണം? നമുക്കൊന്ന് ടൂറൊക്കെ പോയാലോ, അടിച്ച് പൊളിച്ചിട്ട് വരാം. മനസ്സൊക്കെ ഒന്ന് മൈൻഡെല്ലാം മാറി ഒന്ന് ഹാപ്പി ആവാലോ എന്നിങ്ങനെ ബാലൻ പറയാണ്. അത് ശരി, നമുക്കെല്ലാവർക്കും താല്പര്യം തന്നെ. എന്നാൽ നിങ്ങൾ തീരുമാനിച്ചോ എവിടെയാണ് പോവേണ്ടേ? അങ്ങനെ ധർമ്മനും ആകാശും ആര്യനും കൂടെ മൈസൂർ പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം, അങ്ങ് ഗോവയിൽ പോകണം, ഓരോ സ്ഥലങ്ങൾ പറയാം കേട്ടോ. അവസാനം ബാലൻ പറയാം, എടാ നമുക്ക് വിദേശത്തൊന്നും പോകണ്ട, നമ്മുടെ ഇന്ത്യക്കകത്തുള്ള സ്ഥലങ്ങൾ, ഇന്ത്യക്കകത്ത് പല സ്ഥലങ്ങളും കാശ്മീരും അവിടെ എവിടെയൊക്കെ പറഞ്ഞാലും ബാലൻ പറയുന്നുണ്ട് അവിടെ ഒന്നും വേണ്ട, നമുക്ക് കേരളത്തിനകത്തുള്ളൊരു സ്ഥലം പറഞ്ഞാൽ മതി, അതാ നല്ലത്. പറഞ്ഞ് അവസാനം കന്യാകുമാരി വരെ എത്തുന്നുണ്ട് കേട്ടോ. ശരി, എന്നാൽ കന്യാകുമാരി തന്നെ പോവാം, നല്ല അടിച്ച് പൊളിച്ച് നമുക്കൊരു ദിവസം പോയി വരാം എന്ന് തീരുമാനിക്കുകയാണ്. അത് ശരി, അപ്പോൾ എങ്ങനെയാണ് പോവേണ്ടത്, ആരൊക്കെയാണ് പോവേണ്ടതെന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ ബാലൻ പറയേണ്ട ചിലവുകൾ ഒന്നും ആരും അറിയണ്ട, ചിലവെല്ലാം എൻ്റെ വക, നിങ്ങൾ പോയി അടിച്ചു പൊളിച്ചിട്ട് വന്നാൽ മാത്രം മതി. അതും കൂടെ കേൾക്കുമ്പോൾ ധർമ്മൻ അങ്ങ് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പം പിന്നെ ഓരോരുത്തരും പോകുന്നതും വരുന്നതും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ഉടനെ തന്നെ ഗോമതിയൊക്കെ പറയണം. അപ്പോഴാണ് ബാലൻ അടുത്ത ടെസ്റ്റ് എടുത്തിടുക, പോകുന്നതേ എന്തായാലും മീനാക്ഷി പോകുന്നില്ല. അതെന്തേ? നീ പോണ്ട. അപ്പം ഗോമതി പറയണം, അത് ശരിയാ, മീനാക്ഷിക്ക് ഇവിടെ ഓഫീസിൽ ജോലിയൊക്കെ ഇല്ലേ, അങ്ങനെയാണെങ്കിൽ മിത്രയ്ക്കും പോകാൻ പറ്റില്ലല്ലോ. മിത്രയ്ക്ക് കോളേജൊക്കെ മിസ് ചെയ്യാൻ പറ്റുമോ? അതും പറ്റില്ല. പിന്നെ ഇപ്പം തന്നെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ, ഇത്ര ക്ലാസ് മുടങ്ങി. അതൊന്ന് അയ്യോ, അങ്ങനെയാണെങ്കിൽ സുകന്യയും കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നിങ്ങനെ പറയാട്ടോ ബാലൻ. അപ്പം അതെന്താ അങ്ങനെയാണെങ്കിൽ ഞാൻ മാത്രം പോകണമല്ലേ എല്ലാവരുടെ ഇവിടെ കൂടെ? ഗോമതി നീയും പോകുന്നില്ല. പിന്നെ ആരെ കാര്യമാണ് ബാലട്ടെ പറയണം? പിന്നെ എങ്ങനെ ട്രിപ്പ് പോകുന്നത് എല്ലാവരും കൂടെ പോവാതെ? ബാലൻ പറയണം, ഞാൻ ഉദ്ദേശിച്ചതേ ഇവിടെയുള്ള പെണ്ണുങ്ങൾ ആരും പോകുന്നില്ല, ഞാനും പോകുന്നില്ല, നമ്മുടെ ആൺമക്കൾ മാത്രം പോയിട്ട് വരട്ടെ, അവരൊന്നും ഉല്ലസിച്ചിട്ട് വരട്ടെ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ട്രിപ്പ്. ആഹാ, അങ്ങനെയാണോ? അതായത് ആനന്ദ്, ആകാശ്, ആര്യൻ, ധർമ്മൻ, ഇത്രയും പേരോ? അതെ, അവർ 4 പേരും കൂടെ പോയിട്ട് വരട്ടെ. പക്ഷേ ആനന്ദ് ഉടനെ കയറി പറയാം, ഇല്ലച്ചാ ഞാനിതിനൊന്നും തയ്യാറല്ല. അതെന്താടാ അങ്ങനെ? ഓഹ്, ധർമ്മൻ്റെ മനസ്സങ്ങ് വല്ലാതായിട്ടോ. ധർമ്മനും ആകാശവും ആര്യനും കൂടെ ഓടിച്ചു നീടാ. ദുഷ്ട, നീ ഇങ്ങനെയൊക്കെ പറയല്ലേ നീ. ഇതുപോലൊരവസരം ഇനി കിട്ടോ? അളിയനായിട്ട് നമ്മൾ ടൂറ് പറഞ്ഞു വിടുന്നു, അളിയനായിട്ട് ഇതേ പൈസ ചിലവാക്കാമെന്ന്. ഒന്നും ഇടാ, ഇതുപോലൊരവസരം ഇനി എവിടെ കിട്ടാനാന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. പക്ഷെ ആനന്ദ് സമ്മതിക്കണില്ല. ആനന്ദ് പറയാം, വേണ്ട, ഞാൻ വരുന്നില്ല, എനിക്കിതിലൊന്നും താല്പര്യമില്ല അച്ഛാ, തൽക്കാലം നിങ്ങളെല്ലാവരും കൂടെ പോയിട്ട് വാ. അത് ശരിയാവില്ല. ബാലനാണെങ്കിൽ ഇവർക്കങ്ങ് വിട്ടുകൊടുത്തേക്കാട്ടോ. എങ്ങനെയെങ്കിലും ആനന്ദിൻ്റെ മനസ്സ് മാറ്റി പഴയ ആനന്ദാക്കി തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ആര്യനും ആകാശും ധർമ്മനും കൂടെ വിചാരിച്ചാലേ പറ്റുള്ളൂ എന്നുള്ള ബാലൻ നന്നായിട്ട് അറിയാം. അവരുടെ കൂടെ മാത്രമേ ആനന്ദ് ഇപ്പം ശരിക്കും കുറച്ചെങ്കിലും സമാധാനത്തോടെയും സ്നേഹത്തോടെയും ഇടപഴകുന്നുള്ളൂ. ബാക്കി എല്ലാവരെയും കണ്ണെടുത്താൽ കണ്ടുടല്ലോ. അപ്പോൾ അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ബാലൻ ഈ വക കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇവർ ചെന്ന് നിർബന്ധിക്കുകയാണ് ആനന്ദിനോട്, ആനന്ദേ ഇതുപോലൊരു അവസരം ഇനി കിട്ടില്ല, ദയവ് ചെയ്ത് നീ കാരണം നമുക്കും കൂടെ ഇങ്ങനൊരു ദോഷം വരുത്തി വെക്കല്ലടാ, നമ്മുടെ അതും കൂടെ ക്യാൻസലാക്കും. ബാലൻ പറയുന്നുണ്ട്, 4 പേരും കൂടെ പോവുകയാണെങ്കിൽ മാത്രമേ ഞാനിത് സമ്മതിക്കൂ. ആരെങ്കിലും ഒരാൾ പോയില്ലെങ്കിൽ പിന്നെ എന്തിനാ ടൂറ്? അങ്ങനെ വേണ്ട, 4 പേരും കൂടെ പോകണം, നിങ്ങൾ 4 പേരും, എന്നാൽ മാത്രമേ ഞാൻ എല്ലാം വഹിക്കുള്ളൂ. ഇതും കൂടെ കേൾക്കുമ്പോൾ ധർമ്മം ചെയ്ത് പറയാം, പ്ലീസ് എടാ ഒന്ന് സമ്മതിക്കടാ, നമുക്ക് വേണ്ടിയിട്ട് ഇനി ഒരു അവസരം നമുക്ക് കിട്ടുമോ? നമ്മളെ വിടാമെന്ന് പറയുന്നതിന് വലിയ ഭാഗ്യമല്ലേ, നമുക്ക് പോയി അടിച്ച് പൊളിച്ചിട്ടൊക്കെ വരാടാ, പ്ലീസ് നീ ഒരു വാക്ക് അളിയനോട് പറ, എന്നാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. അവസാനം ഇവരുടെ നിർബന്ധപ്രകാരം ആനന്ദ് മനസ്സോടുകൂടി തന്നെ അച്ഛനോട് പറയാണ്, ശരി ഞാനും കൂടെ പോയേക്കാം. അത് കേൾക്കുമ്പോൾ ബാലന് ഭയങ്കര സന്തോഷമായി കേട്ടോ. കാരണം ആനന്ദിൻ്റെ ഒറ്റ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ ടൂറ് പറയുന്നത്. അപ്പം ബാലൻ പറയണം, ശരി അപ്പോൾ പോകാനുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറാക്കിക്കോ, ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ പാക്ക് ചെയ്തോ കേട്ടോ, എത്രയും വേഗം തന്നെ. അങ്ങനെ എല്ലാ കാര്യങ്ങളും എടുത്ത് പാക്ക് ചെയ്യാണ്.
ഡ്രസ്സൊക്കെ അവരവർക്കുള്ളതെല്ലാം അവരവർ പാക്ക് ചെയ്യണം. മുറിയിലാണെങ്കിൽ നമ്മൾ ആനന്ദിനുള്ള ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുമ്പോൾ ദേവി ചെന്നൊന്ന് സഹായിക്കുക കേട്ടോ. ഉടനെ തന്നെ ആനന്ദ് അതെല്ലാം പിടിച്ച് വലിച്ചിങ്ങ് എടുക്കുക. തൊട്ട് പോകരുത് നീ എൻ്റെ തുണിയിലോ ഒന്നിലോ. ഇതൊക്കെ അടുക്കാനും പറക്കാനും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നീ സഹായിക്കേണ്ട ആവശ്യമൊന്നുമില്ല പറഞ്ഞിട്ടല്ലോ. പിന്നെ ഞാൻ തിരിച്ചു വരുമ്പോൾ നല്ലൊരു തീരുമാനം എടുത്തിട്ടായിരിക്കും വരുന്നത്. പിന്നെ നീ ഇവിടെ കാണില്ല. അതോട് ഞാൻ നിന്റെ വീട്ടിൽ കൊണ്ടാക്കും. അങ്ങനെയുള്ള കാര്യം തീരുമാനിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വരുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ദേവി ഒരു നിസ്സഹായാവസ്ഥയിലിരിക്കുകയാണ്. ഇനി ദേഷ്യപ്പെട്ടിട്ടോ സങ്കടപ്പെട്ടിട്ടോ ഒന്നും കാര്യമില്ല. ഒരു വികാരമില്ലാതെ ദേവി അതെല്ലാം കേട്ടിങ്ങനെ ഇരിക്കാനായിട്ട് എപ്പിസോഡിൽ ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്